ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ലോഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, ചെന്നൈയിൽ. നാട്ടിലെങ്ങനെ എല്ലാവരും നല്ല മഴ കിട്ടിയോ? നല്ല മഴയാന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. പിന്നെ അസുഖങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മൾ സേഫായിരിക്കുക കേട്ടോ. പിന്നെ ഞാനിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വല്ല ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, ഡ്രസ്സല്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്തിൻ്റെ വീഡിയോ എന്നറിയോ? നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ ഉപ്പിലിട്ട ഒരു വീഡിയോ. അതിൽ എന്നോട് പലരും ചോദിച്ചു, മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞു അല്ലേ, പക്ഷേങ്കിൽ ഇതുവരെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് ഫസ്റ്റ് ഉപ്പിലിട്ടത് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ കാലിയായി ആ ഉപ്പിലിട്ടത് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇവിടെ ഉള്ളവർ നന്ദു ആണെങ്കിലും ചേട്ടനാണെങ്കിലും ഓരോന്നോരോന്ന് വേഗം വേഗം എടുത്ത് കഴിക്കും. പിന്നെ എനിക്കത് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല ഗേസ്. അതെൻ്റെ തെറ്റാണോ? തെറ്റല്ലാലോ. അതുകൊണ്ട് ഞാൻ രണ്ടാമതും മാങ്ങ ഉപ്പിലിട്ടു. ഈ ഉപ്പിലിട്ട മാങ്ങ ഓരോരോ ദിവസവും കഴിക്കുമ്പോൾ ഞാൻ നന്ദുവിനോട് പറയും, നന്ദു എടാ അൺബോക്സ് ചെയ്തിട്ടില്ലടാ, നമ്മൾ ഉപ്പിലിടുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, അത് കഴിക്കുന്നൊരു വീഡിയോ കൂടെ ചെയ്യണ്ടേ നന്ദു. അമ്മ അമ്മ വേറെ ഉണ്ടാക്കിക്കോ, എന്നിട്ട് അത് അൺബോക്സ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടല്ലോ, ബൈജോട്ടൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ, ആ ഫസ്റ്റ് വീഡിയോയിൽ അത് അവിടെ അങ്ങനെ ആകട്ടെ, കുഴപ്പമില്ല. സെക്കൻഡ് മാങ്ങ ഉപ്പിലിടുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. അതാണ് ഓക്കെ, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏകദേശം ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ വേഗം അത് ഉപ്പിലിട്ടത് ആയി. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് കാലിയായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടാമത് ഉപ്പിലിടാം. അങ്ങനെ രണ്ടാമത് ഉപ്പിലിട്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് രണ്ടാമത് ഉപ്പിലിട്ടത് കേട്ടോ. ഇതിൽ മാങ്ങയുടെ കൂടെ ആ മുളകും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? നല്ല ടേസ്റ്റാണ്. നിങ്ങളും അത് ട്രൈ ചെയ്യണം. എനിക്കിനി ക്യാരറ്റ് പിന്നെ പച്ചമുളക് സെപ്പറേറ്റ് ആയിട്ട്, അപ്പോൾ നമുക്കിത് കഴിക്കാം. അതിനു മുമ്പ് ഈ ഉപ്പിലിട്ട മാങ്ങ ആദ്യമായിട്ട് കഴിച്ച ആളെ നമുക്കൊന്നും കൂടെ വിളിക്കാം. അവനാണ് ഇത് കഴിച്ച് തീർത്തത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ അവനെ കൂടെ വിളിച്ചിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ അവനകത്തുണ്ട്, ഞാനിപ്പം വിളിക്കാം. ഓക്കെ, ഇതാ ആള് വന്നിട്ടുണ്ട്. ഇതാ തുറക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും കണ്ടോ? കണ്ടോ? ഇവനാണ് ഇത് തീർക്കുന്ന ആള്. ഇവിടുത്തെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. നല്ല സോൾട്ടാണ്. പോവല്ലേ, ഒന്ന് എനിക്കും വായിൽ വെച്ചതാ. സൂപ്പറാണ് കേട്ടോ. അവന് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പിള്ളേരുടെ കൂടെ, അതാ ഓടിയത്. ഇനി വിളിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിളിച്ചു. അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മുളക് കഴിച്ച് നോക്കാം. മുളക് എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്.
നല്ല എരിവുണ്ട്, ഉപ്പുമുണ്ട്. വെരി ടേസ്റ്റി, സ്പൈസി, അപാരം. അപ്പോൾ ഇതിൻ്റെ ഈ ചാറും കൂടി കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നോക്കാം. എന്നറിയാം, നിങ്ങളും ട്രൈ ചെയ്യണം. ഞാനുണ്ടാക്കിയ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഗേസ്, നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നതാണ്, ആയുഷ് ആൻഡ് അമൻ. അപ്പോൾ നമുക്ക് ഈ മാങ്ങ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് അവരെ. അപ്പോൾ അവർ ചെയ്യട്ടല്ലേ? ഓക്കെ. Then take your brother. It was good. You all should try it. It was good. Everyone should try and do this. Mango. It was so super. ഓക്കെ, അവർ പറയുന്നത് സൂപ്പറാണ്, ഗുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ അൺബോക്സ് വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.